ചേട്ടന്റെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് വീഡിയോ എടുത്ത് തമ്മൻകുത്ത് വനത്തിൽ വന്നിരുന്ന് കോട്ട വിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടൻ, ഈ നടുക്ക് വന്ന് കുത്തിയിരിക്കുന്ന ആൻസുത്തൻ, ഞങ്ങളത് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ടേ ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. ഇന്നലെ നമ്മൾ പാർക്കിൽ പോയപ്പം ചേട്ടൻ പറഞ്ഞു നാളെ പോകാം പാർക്കിൽ, എന്നാൽ ഞാനും കൂടെ വരാന്ന്. അതൊന്നും വക വെക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പള്ളി കഴിച്ച് പാർക്കിൽ പോയി. പാർക്കിൽ പോയി അവിടെ റൈഡറൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ അതിലെല്ലാം പോയി ചുമ്മാ നടന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കയറി വീട്ടിൽ പോന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ പുറകിടക്കുകയാണ്. മൂവാറ്റുപുഴ ലതാപ്പറക്കി കൊണ്ടാകാവോ എന്ന്. അപ്പോൾ ചേട്ടൻ്റെ പേർക്ക് പറഞ്ഞു തൊമ്മൻകുത്ത് പോകാമെന്ന്. അപ്പോൾ അങ്ങ് അകലെ ദൂരെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇടുക്കി ജില്ലയ്ക്കൊക്കെ വെളിയിലുള്ളവർക്ക് വേണ്ടി തൊമ്മൻകുത്ത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം. എത്ര ദൂരം വരും? കരിമണ്ണൂരിൽ നിന്ന് 9 കിലോമീറ്റർ, നമ്മുടെ വീട്ടിൽ നിന്ന് 9.5 കിലോമീറ്റർ, അത്രേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഉറക്കത്തിൽ എഴുന്നേറ്റ് പോന്ന. അപ്പൊ അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് കാണാനായിട്ട് പോകും. ഈ ആൻസൂട്ടറും കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. ആൻസ് ചെറുതായിരുന്നപ്പം അവിടെ കൊണ്ടുപോയി വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ടൊക്കെ ഉണ്ട്. ഞാനും അമ്മച്ചിയും ആനസും കൊണ്ട് ഒരു ദിവസം പോയതാ. നീ ഓർക്കണ്ടോ? വലിയ മരങ്ങളൊക്കെ. ഇവിടെയാണോ വാഴകൾ? ഇതാ സ്ഥലം? ഇതാണ് കോട്ട റോഡാണിത്. അംബാസഡർ കാർ ഇപ്പൊ കാണാനില്ല. ചേട്ടന്റെ വീട്ടിൽ ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. ചേട്ടന്റെ വണ്ടി. അപ്പോ നമ്മളപ്പോ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു മലയൊക്കെ കാണാം. തൊമ്മൻകുത്ത് മലയായിരിക്കും അല്ലേ? വലിയ മല. ഞങ്ങൾ അങ്ങ് അറ്റമൊന്നും പോയിട്ടില്ല. തൊമ്മൻകുത്തിന്റെ ഇങ്ങാറ്റം പോയിട്ട് പോന്നിട്ടേ ഉള്ളൂ. 7 നിലക്കുത്തോ എന്ത് കുത്തോ? നല്ല രസമില്ല ചേട്ടാ. ഇത് നമ്മുടെ വീട്ടിൽ പോകമില്ലേ അത്? ആ, ഇതാണ് നല്ല കേട്ടോ. അരികിൽ കുത്തിയാൽ ആ മഞ്ഞ കോളാമ്പിയേക്കാര് ഭംഗിയുണ്ട് അല്ലേ? നല്ല രസം കാണാൻ. അതേതാ റംബൂട്ടാൻ? നമുക്ക് ഒരു റംബൂട്ടാനെങ്കിലും നടാം. എടാ, നമ്മള് റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് നട്ടായിരുന്നോടാ? എന്നാ അതോടെ കാണാം. ഇതാണ് ചേട്ടാ നല്ല വഴി. അപ്പൊ വനാണ് കേട്ടോ. വീടിന്റെ അടുത്തുള്ള വനത്തിലേക്കാണ് നമ്മുടെ അതെനിക്കറിയാം. ഞാൻ വനത്തിലേക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഈ കാട് മൊത്തം ഫോറസ്റ്റാന്നുള്ള കാര്യം ഞാൻ എല്ലാരും കാണിച്ചു കേട്ടോ. വണ്ടി ഓടിക്കുന്ന സ്പ്ലെൻഡറെ കണ്ടോ? രാവിലെ പള്ളി പോയ ഡ്രസ്സാണ് കേട്ടോ. വെള്ളി വൈറ്റില് ബ്ലാക്ക് കളർ ഡോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചോദിച്ചു പോകാം. അതല്ല നീലയൊക്കെ ഇട്ട് ഞാൻ ഞങ്ങള് രണ്ടുപേരും നീല. ഇതൊക്കെ അറിയുന്നവരാണോ? പിന്നെ എല്ലാം കാണാം. ഓ എന്റെ പൊന്നോ, എന്തോന്നടാ ഇത്? ഇതെന്നാണോ പിന്നാമ്പുറം കാണിക്കുന്നു? ഇത് ഏത് പള്ളിയാ ചേട്ടാ? ഇവിടെ അകോറ്റള്ളിയാണ്, ഓർത്തഡോക്സ് പള്ളി. മുളപ്പുറം ആയോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് നമ്മുടെ ഫോറസ്റ്റ് തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അധികം വീടുകളൊന്നും കാണാൻ ചാൻസ് ഇല്ല. വീടുണ്ട് അതിന്റെ കൂപ്പിന്റെ അവിടെ ചെന്നിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കാട്ടിക്കട തന്നെ പോകുമ്പോ കുറെ വീടുകളുണ്ട്. പോസ്റ്റാണ് കൂടുതലും കണ്ടത്. കറണ്ട് ഉണ്ടെന്ന് മനസ്സിലായില്ലടാ. അപ്പൊ ഈ അടുത്ത കാലത്ത് തൊമ്മൻകുത്തിലൊക്കെ മറ്റേ മൊന്ന എങ്ങാണ്ട എവിടെയോ എന്തോ ഇറങ്ങിന്നൊക്കെ പറഞ്ഞ ആനയോ കാട്ടാന ഉടുമ്പന്നൂര് അത് ഈ വനത്തിക്കടക്കല്ലേ വന്നു. ചിലപ്പോ അങ്ങനെ വന്നാലും നമുക്ക് സെൽഫി എടുക്കാം. ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം. വേണമെങ്കിൽ 2 ആനവാല് ചോദിക്കാം. ആ ചെറുക്കൻ്റെ താടിയും കൂടി നീട്ടി വളർത്തി വെച്ചാണ്. അപ്പൊ അങ്ങ് കാണുന്ന മല കണ്ടോ? അതാണ് തൊമ്മൻകുത്ത് മല. തൊമ്മൻകുത്ത് എന്ന പേര് വരാൻ കാരണം എന്താ?
തൊമ്മൻ കുത്തി വീണതാണോ അന്നാ എനിക്ക് തോന്നുന്നേട്ടോ. അല്ലടാ ഇറക്ക തൊമ്മൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ട് കുത്തിൽ പോയി വീണതല്ലേ? അങ്ങനെ എങ്ങാണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതെന്നെ ചേട്ടാ കൃന്ന് കേട്ടെ. അങ്ങോട്ട് പോകുമ്പോ ഒരു പാലം ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ കൂടെ ഒരു തോട് ഇല്ല ചേട്ടാ? ആ തൊമ്മൻകുത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പാലം ഉണ്ടല്ലോ. ആ അതൊക്കെ പോവാൻ. ഈ സ്ഥലത്തിന്റെ പേരാണ് 40 ഏക്കർ. എന്നുവെച്ചാ 40 ഏക്കർ എന്ന് വെച്ചാ ആർക്കെങ്കിലും കൊടുത്താണോ 40 ഏക്കർ? സർക്കാർ ഭൂമിയാണ്, വനഭൂമിയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ ഉത്സവം ഭയങ്കര ഉത്സവമാണ്. പഴപ്ലാക്കൽ സ്റ്റോൾസ്. അതാണ് തേക്കും കൂപ്പ്. അതാണ് അമ്പലം. അതാണ് സുഹൃത്തുക്കളെ തൊമ്മൻകുത്ത് 40 ഏക്കർ ശാന്തിക്കാട് ദേവി ക്ഷേത്രം. കാവ ക്ഷേത്ര അത് അമ്പലം. അമ്പലം എന്ന് പറയുന്നത് ദേവന്മാരുടെ ദേവികളുടെ കാവ ക്ഷേത്രം. അതാണ്. അതെന്തോ പുഴയോ? ഇതൊക്കെ പണ്ട വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയാണ്. ഈ കലിങ്ക് പണിയാനുള്ള ഇതൊക്കെ വീടാണോ? ഈ കാട്ടിനകത്തോ? ഇത് ബസ് റൂട്ടല്ലേ? തൊമ്മൻകുത്ത് ബസ്. എടാ മുളപ്പുറം തൊമ്മൻകുത്ത് ബസ്. ഇതിലേക്ക് രാത്രി പോകാൻ പറ്റുമോ? പുലിയുണ്ടോ? പിന്നെ ഇതെന്തോന്ന് കാട്? ഒരു പുലിയ സിംഹമൊന്നും ഇല്ലെങ്കിൽ. അല്ലല്ലോ കേരളത്തിൽ സിംഹമൊന്നുമില്ല. ഇന്ത്യയിലെ സിംഹമുള്ളത് എങ്ങാണ്ട് ഒരിടത്ത് എങ്ങാണ്ടല്ലേ ഉള്ളൂ. ഗീർവനത്തില്. ആമസോൺ എവിടെയാടാ? അതുണ്ടായി. ഗൂഗിൾ എടുത്ത് നോക്കടാ. ആമസോൺ എവിടെയാണോ? ചപ്പാത്തിലാണ് ചപ്പാത്തി ചൂടുന്നത്. ആമസോൺ മഴക്കാടുകൾ. ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ചപ്പാത്തെന്നോ? ചേട്ടനല്ല അറിയാമോ ചേട്ടാ? പള്ളി പെരുന്നാളാണ് ചേട്ടാ ഇവിടെ. മലക്കെന്ത് പൊക്കാ? അവിടെ നിങ്ങളെ വെള്ളം ചാടുന്നേ പേടിയാക്കും. ഓ ഇവിടെ ഇങ്ങനെ കിടക്കണേ ഒരുമാതിരി. ഈ പാലോ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകും. പുഴ അതെന്നെങ്കിലൊക്കെ ആയിരിക്കും. കുരിശ് വള്ളക്കടവ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചിരിച്ചല്ലോ? ചിരിച്ച്. അതാണ് ചാൾസ്. അപ്പം നമ്മൾ അങ്ങെത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ നമ്മളിതാ എത്തിപ്പോയിട്ട് ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളും ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട്. എന്നാ തിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്നെ കാണിക്കാം. ഒതുക്ക അറിയില്ലല്ലോ ഒതുക്കാനൊന്നും. അത് അവിടെ കയറി ഒതുക്കും മിക്കവാറും. ഒരു കുരിശ്. പിന്നെ ഇതെന്നെ അമ്പലോ? അമ്മേ നാരായണ. ആരെങ്കിലും പോയാൽ അതിന്റെ ഉള്ളിലേക്ക് കയറി പോവോ?
ഇങ്ങോട്ട് ഇറങ്ങി വരൂലേ? പിന്നെ പറ്റില്ല. പിന്നെ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോണേ? വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ ആൾക്കാർ പോയാലോ നോക്കാം. ആൾക്കാർ പോയാലോ ഗുഹയൊക്കെ തിരിച്ചിറങ്ങി വരൂലേ? വെള്ളം വരും, പക്ഷെ ആള് ഇറങ്ങി വരില്ല. അതിന്റെ അടിയിലേക്ക് വലിയ ഉണ്ടാ കൊട്ട. അപ്പൊ ആൾക്കാർ പോയവരൊക്കെ അതിന്റെ ഉള്ളിലുണ്ടോ? ഇല്ല, നിങ്ങൾ വീട്ടിൽ പൊക്കെടുക്കും അങ്ങനെ. അപ്പൊ ദാ ഈ കാട് മൊത്തം ഫോറസ്റ്റാ. ഇത് ആ മരത്തിനകത്ത് ഗുഹ പോലെ, ഇതേ ആ മരത്തിന്റെ വള്ളി കിടക്കുന്ന ഒരു വാതിൽ പോലെ കണ്ടോ? ദേ അത് ആ വള്ളി കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെ. അതിനാ വാതിൽ പോലെ കറക്റ്റ് അത്രയും ഭാഗത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. ഉണ്ട്. ഇക്കോ ടൂറിസം. ഇതുവരെ 24 പേർ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുത്. ഗൈഡിൻ്റെ നിർദ്ദേശം കർശനമായി പാലിക്കുക. കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയാണോ ഇത്? ഓ ഇതേടാ താന്നി എന്ന് പറയണ മരാണിത്. താന്നി. പിന്നെ ഇവരല്ലാണ്ട് പിന്നെ വേറെ ആരാ അറിയണേ? ആ, പേരും സ്ഥലവും ഫോൺ നമ്പറും. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരിപ്പം നമ്മുടെ ഫോൺ നമ്പറാണ് വാങ്ങി വെച്ചത്. നമ്മളിപ്പോൾ ഒഴുകിപ്പെട്ട് പോയാൽ നമ്മുടെ ഫോണോട് കൂടെ പോണേ. പിന്നെ ഇവരാരെ വിളിക്കും? അയ്യോ ബാബോ, ക്യാമറയൊക്കെ ഉണ്ട്, അത് ഉറപ്പല്ലേ? ഇതിപ്പോൾ നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ ശരിയാവൂല. ഇവിടെയൊക്കെ കയറി ഇരിക്കാം. വെയിലാണ്, വെയിലിൻ്റെ ചൂട് അറിയണേ ഇല്ല. വേഴാമ്പലൊക്കെ ഉണ്ടാവും. വേഴാമ്പൽ കേഴും വേനൽ കൊടീരം നീ. കുടുംബശ്രീയിലെ ചേച്ചിമാരാണത്. ആ പിന്നെ ഇല്ലാണ്ട ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും. അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് സംഭവം ഇല്ലേ? ഇതെവിടെ? അവിടെ എന്നാ ആരും അതിലോ ഇറങ്ങാതിരിക്കാനാ. മഴക്കാലം ആയാലൊക്കെ വെള്ളാടാ. കാട്ടുതീ തടയുക, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക. കേട്ടോടാ? ഞാൻ നിന്നോട് പറഞ്ഞല്ലായിരുന്നോ, നിന്നോട് 3/4 ഇട്ടുകൊണ്ട് വന്നാൽ മതി. ചാടിയിട്ടൊരു ഉടുപ്പും കൂടെ ഇട്ടിട്ടാ പിന്നെ ഊരിയിട്ടാൽ മതി എന്നാ. എൻ്റെ പൊന്നോ, എവിടെ? ആ എന്നാ വിലയാന്ന് ഓർത്തോണ്ടാ നീയാ? ജേഴ്സി നിക്കറൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ. ഇവിടെ നോക്കി നടന്നില്ലേ കാലുകൂടെ. അതെ, ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു ഇവൻ്റെ തൊട വരെ ഇത് കയറി പോകുന്നു പാൻറ്. ആ ചേട്ടനൊരു 3/4 ഇട്ട് വന്നാൽ പോരായിരുന്നോ? നിങ്ങളെന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോകും പോലെ. അയ്യോ മനുഷ്യനെ ചിരിപ്പിക്കാറിങ്ങിക്കുക. നടന്ന് മനുഷ്യൻ മടുത്ത്. ആ വല്ല വൈരാഗ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ നടത്തിക്കാൻ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ മരത്തിൻ്റെ വേല നോക്കി വന്നില്ലെങ്കിൽ മുമ്പിൽ പല്ലൊന്നും കാണൂല.
ഇവിടെ തലയും വാലൊക്കെ എല്ലാം കിട്ടും ദൈവത്തിന് അറിയാം. നിലത്ത് നോക്കി നടക്കണോണ്ട്. എന്നാ ഡാൻസ്? ഇതൊന്നും ആയിട്ടില്ല, സ്റ്റാർട്ടിങ് പോയിന്റില്ല നമ്മൾ. ആ കടൽ. അപ്പോൾ നമ്മൾ ഒരു കടൽ യാത്ര നടത്തിക്കഴിഞ്ഞ് അടുത്തത് നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അടുത്തത് വനയാത്ര. കടൽ കണ്ടു, ഇനി നമുക്ക് കുറച്ച് മലനിരകൾ കാണാം. കണ്ടു താഴ്വര കണ്ടു മലനിര. ആ പാട്ടിടാറുന്നല്ലടാ. അറിയില്ല. ചേട്ടൻ്റെ ഫ്രണ്ട് എവിടെയാ ചേട്ടാ? അകലേക്കൊക്കെ ഉള്ളവരാ ഇപ്പം പോയത്. അവരൊക്കെ രാവിലെ വന്നതാകും. ആ ആ ആ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. മഴക്കാലത്തേക്കാണെങ്കിൽ മറ്റേ അട്ടയുണ്ട്, കാലിൽ നിന്ന് രക്തം കുടിക്കുന്ന സാധനം. കൊളയാട്ടയോ? അത് നൈസായിട്ട് വന്ന് നൈസായിട്ട് ചോരയും കുടിച്ച് അങ്ങ് ഇറങ്ങിപ്പോവും. ശരിയാട്ടാ. കണ്ടു താഴ്വര കണ്ടു മലനിര. വീഡിയോയിൽ ഫുള്ള് ചേട്ടനാണല്ലോ. ചേട്ടൻ മുമ്പ് പോകുന്നത് കൊണ്ട്. ചേട്ടനാണോ തമ്മക്കുത്ത് വഴി വെട്ടിയേ? ആൾക്കാർ നടന്നിടന്ന് ഉറച്ചു നോക്കി മണ്ണൊക്കെ. അതെന്ത് ചേട്ടാ ഈ ഇതെങ്ങനെ അവർ വഴി ക്ലിയർ ആക്കാത്ത? കാട്ടിക്കൂടെ പോണ ഫീല് കിട്ടാനാ? അവരിത് കഴിഞ്ഞ് വ്യൂ പോയിന്റിൽ പോവും. നാടുകാണിയിലുണ്ട് വ്യൂ പോയിന്റ്. നാട് മൊത്തം കാണാം, അതുകൊണ്ട് നാടുകാണിന്ന് പേര്. പക്ഷെ അതിന് നല്ല തുമ്പച്ചി മലയാ. ഞാൻ ഇന്നാള് പോയതാന്നേ. ഞാനൊരു 5-6 മാസം മുമ്പ് പോയെന്നാണ്. നാളെ നമ്മൾ പോയതല്ലേ? നീ എന്നൊക്കെ കണ്ടു. ആ ഉപ്പൂന്ന്. അപ്പം എല്ലാവരും കാടുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് മക്കളെ കാട്, വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ്. ഇതെന്നാ പോവാ? ചെമ്പകമല്ലോ. എവിടെയാടാ ഇവിടെ പോവാ? ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാൻ. ചേട്ടൻ കൂടെ ഓടണം. അത് വീഡിയോയാ, എൻ്റെ 2-3 ഫോട്ടോ വേണ്ട. ഈ കല്ലൊക്കെ അങ്ങ് താങ്ങി നിർത്തണം. ഇതിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് 6 മണിയാവുമോ? പോയാലൊക്കെ തിരിച്ചിറങ്ങി പോരുക. കണ്ടു താഴ്വര കണ്ടു മലനിര. കണ്ടടാ വലിയൊരു മരം. റേഞ്ചില്ലേ? പിന്നെ എന്തെങ്കിലും എൻജോയ്മെൻറ്റ് വേണ്ടേ? അവരെത്ര നാളായിട്ട് കാട്ടും കൊണ്ടിരിക്കണം. എവിടെ ഒരു പാലമുണ്ട്. ആ ആ ആ
ആ ഒരു ചേട്ടൻ തന്നെത്താനൊന്ന് സെൽഫി എടുക്കുക. മരം ഒട്ട് കിട്ടണമില്ല. ശരിയാ. ഇതെങ്ങോട്ട് പോവാ? അഡ്വഞ്ചർ ട്രിപ്പാണോ? ഇവിടെ ഒന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ഇല വീഴും, അല്ലെങ്കിൽ എന്ത് ഇലയായിരിക്കും ഇവിടെ അടിച്ചില്ലെങ്കിൽ. മുട്ടിന് ടോയ്ലറ്റ് ഉണ്ട്. ഉണ്ടോ? ഒന്നും ആയിട്ടില്ല ഡാൻസ്. ഇവിടെ തീർന്നോ? ഇവിടെ ഇത് 7 നില കുത്താ. ഇവിടെ എവിടെ ചേട്ടാ 7? ഇവിടെ പണ്ട് ഇറങ്ങിയിട്ടുള്ള. പക്ഷേ ഈ വെള്ളം കിടക്കണപ്പോഴില്ലേ ഇരുണ്ട് കൂടി കിടക്കുമ്പോൾ പേടിയാകും. ഇതാണ് 7 നിലക്കുത്ത്. നമ്മളിതാ തൊമ്മൻകുത്ത് ഏറ്റവും ഉൾവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്തിൻ്റെ തീരുന്ന ഏരിയ. ഇവിടെ അതുപോലെ ഒരു ഷെഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഗാർഡന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അവസാനിച്ചു. നമ്മുടെ അതിന് മുകളിലേക്ക് നമ്മളെ കയറ്റി വിടില്ല, പക്ഷെ അവരൊക്കെ പോകും. കൊടുംവനം, കാട്, കറുത്ത കാട്. ഇതിനാണ് കറുത്ത കാട് എന്ന് പറയുന്നത്. നല്ല കറുപ്പല്ലേ, നോക്കിക്കേ. ബ്ലാക്ക് ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ്. അതെങ്ങനെ പോ? ആൻസൂടനെ കൊണ്ടുപോയി തൊമ്മൻകുത്ത് പുഴയിൽ കൊണ്ടിരുത്തി. ഇതേ ആ പയ്യന്മാർ തേന്നിക്കുന്നതാ. അവരെ കൂട്ടുകാരൻ വന്നോടാ. നമ്മളിതാ വെളുപ്പ് കാണുന്നിടത്താ ഇപ്പൊ പോയത്. ഇതെന്നാ മരാ? മാവാ? അല്ലല്ലോ, മാവല്ല. ഫ്രൂട്ട്സ് ഉള്ള മരമൊന്നും ഇല്ലല്ലോ. ഈ സാധാരണ തോട്ടിലുള്ള പരലേ ഉള്ളൂ ഇതിനകത്ത്. ഈ മീനൊക്കെ തണുക്കൂലേ ചേട്ടാ? എന്നാ തണുപ്പാ വെള്ളത്തിന്. കാല് നനയ്ക്കണില്ല, നനച്ചാൽ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാ. ദേ പാറ കണ്ടാ മരം മുറിച്ച് വെച്ചേക്കണോണം. അത് പാറയാ? അത് കണ്ടാ മരം മുറിച്ച് വെച്ചേക്കണോണം, പൊട്ടിയാക്കി ഇരിക്കുന്നത്. ശരിക്ക് തടിയാന്ന് ഓർക്കും അത് കണ്ടാ. പാടി വരും തെന്നലേ ഇല്ലി മുളങ്കാട് കളിയിലെല്ലാം പാടാൻ. ചേട്ടനെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് വീഡിയോ എടുത്ത്. ഇല്ലി 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 മലനിര കണ്ടു താഴ്വര. എടാ ഇങ്ങ് വന്നടാ. അല്ല, അവന് ചേർന്ന് കാലുവിട്ട് തന്നെ തിരുന്നോട്ടെ. വരണ്ടാ. മലനിര താഴ്വര. തൊമ്മൻകുത്ത് വനത്തിൽ വന്നിരുന്ന് കോട്ടുവ വിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടൻ, ഈ നടുക്ക് വന്ന് കുത്തിയിരിക്കുന്ന ആൻസുത്തൻ. ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഉള്ളൂ നിലവിലിപ്പം. ഒരു ഫാമിലി അങ്ങ് പോയിട്ടുണ്ട്. അകലേന്ന് വന്നവരൊക്കെ വീട്ടിൽ പോയിട്ടോ. താഴെ ആരെങ്കിലുമൊക്കെ കാണുമെങ്കിലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ട്, അവരും ഉണ്ട്. പിന്നെ 3 പയ്യന്മാരുണ്ട്. അത്രയും പേരൊക്കെ ഈ ഭാഗത്തിപ്പോൾ ഉള്ളൂ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ദാ വെള്ളച്ചാട്ടം, ചെറിയ 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 വെള്ളച്ചാട്ടമാണ്. വാവ്, കടയുടെ വാവൂന്ന്. അപ്പോൾ അങ്ങോട്ടെങ്ങാനും മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ തല ഇടിച്ചിലാവും.
ഈ പാറ ഞാനിരിക്കണ എൻ്റെ അയിലെ ചേട്ടാ ഒരു മരം മുറിച്ചോണം ഇരിക്കണേ. എന്താ ഫോട്ടോ വിട്ടോണ്ടിരിക്കും കുറേ നേരമായി തുടങ്ങിയിട്ട്. താഴ്വര കണ്ടേ മലനിര കണ്ടേ താഴ്വര കണ്ടേ കണ്ടു താഴ്വര കണ്ടു. ഇപ്പം തൊമ്മൻകുത്ത് വാട്ടർഫോൾസിൻ്റെ മുകളിൽ നിന്ന്, അതായത് മുകൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ കയറി നിന്ന് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും ആസ്വദിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ദാ ഈ മുകളിലേക്കൊന്നും ഞാനിതുവരെ കാണിച്ചു തന്നില്ല. ഇത് കൊടും വനമാണ്, കൊടും വനം. അപ്പോൾ വനത്തിലേക്കൊക്കെ അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ തൊമ്മൻകുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ലൊക്കേഷനൊക്കെ കിട്ടും. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങും? പൊക്കിങ് എന്നെ ഇങ്ങോട്ട് തള്ളാം, അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ ഇവനറിയാവുള്ളൂ എല്ലാം. വീണാലില്ലാടാ, അപ്പടി ഈ പാറ ആയതുകൊണ്ടേ വീണാൽ അപ്പടി പാറ ആയതുകൊണ്ടേ തലയും കൈയും കാലൊക്കെ ഇടിക്കും പോയി. അതാ കുഴപ്പം. ഇവിടെ ഓർക്കണുണ്ടോടാ നീ ചെന്ന് ഉരുണ്ട് വീണ സ്ഥലം? എന്നെ നിറക്കാൻ ആരും ഇല്ല ഇവിടെ. ഞാൻ ചാട്ടനെ പോലെ ഒന്നും അല്ല. ചേട്ടൻ കാടും മലയൊക്കെ കയറി നടന്ന മരുഭൂമി കട. ഈ കാട് മൊത്തം ഫോറസ്റ്റാ, അറിയാവോ? പോടാ, നമുക്ക് ആ വലിയ മരത്തിന്റെ ചോട്ടിൽ പോയി എന്നിട്ട് ഫോട്ടോ എടുക്കാവേ. ഞാൻ താഴെ ഇറങ്ങിയിട്ട് വീഡിയോ പിടിക്കാം. അപ്പോൾ ഇതാ ഒരു മരത്തിൻ്റെ വേരിൻ്റെ ഒരു അംശം പോലും ഇല്ല. ആൻസ് ഇതെന്ത് മരാ ചേട്ടാ? പാലപാലൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഒരു കൃഷ്ണൻ വന്നിട്ടുണ്ടേ. ഓടക്കുഴലൊക്കെ കൃഷ്ണൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ചെരുപ്പൊക്കെ ഇട്ട്. പുതിയ കൃഷ്ണൻ. ആ ഈ മലയെ താങ്ങാറുന്നുല്ലേ? ഏഴിലം പാല പോത്തു പൂമരങ്ങൾ കൂട പിടിച്ചു. അപ്പോൾ ആരും കണ്ടിട്ടില്ലേ? കണ്ടോ, ഇതാണ് യക്ഷിപ്പാല, ഡെവിൾ ട്രീ. ഇവിടെയാണ് ആണിയൊക്കെ അടിച്ച യക്ഷികളെ തളയ്ക്കുന്നത്. പറയാൻ പറ്റൂല പണ്ടാരെങ്കിലൊക്കെ തറച്ചിട്ടുണ്ടോന്ന്. അതങ്ങോട്ട് വളഞ്ഞു നിൽക്കണം, ഒരേല പോലും കാണാമല്ലോ. സന്ധ്യാസമയമായി, യക്ഷി ഇറങ്ങാൻ സമയമായി, ഓടിക്കോടോ. അവരെന്നെ പേടിപ്പിക്കുക. ഏഴിലമ്പാല കണ്ടിട്ട് മൊബൈൽ നോക്കി നിൽക്കണം ഒരു ചേട്ടൻ. യക്ഷി പിടിച്ചോണ്ട് പോവും. ഇല്ല, പിടിക്കൂല. വെള്ളം ഇട്ടിരിക്കണ യക്ഷനാന്ന് ഓർക്കും, യക്ഷി. അല്ലല്ലോ ഇപ്പൊ ചേട്ടനെ ആര് പിടിക്കാനാ? അല്ലല്ല, ഇനി ആൾക്കാരുണ്ട്. അങ്ങോട്ട് പോയേക്കണ, ഒരു തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ യക്ഷിപ്പാല കണ്ടോടാ നീ? യക്ഷിയെ കണ്ടടാ? ശരിയാട്ടോ, അതാന്നോണ ഏറ്റവും പഴയ മരം ഇവിടെ. അത് ഉള്ളിലാ. ഇപ്പൊ കണ്ണും കൊണ്ട് കാണുന്നതില് കണ്ടു താഴ്വര മലനിര താഴ്വര കണ്ടു കണ്ടു. ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണോ ചേട്ടാ? ചേട്ടനെ പറ്റിക്കുക, പാവൻ ചേട്ടൻ. എൻ്റെ പൊന്നോ, ഇതെന്തുവാ? നല്ല ചൊറിയൻ കണ്ണാണ്. നീ ചൊറിഞ്ഞാല. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കണ്ടിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേട്ടന് കാല് വേന എടുക്കണ്ടോ? ആ, പിന്നെ എന്നെ ഇങ്ങനെ പോണേ? ചാട്ടി. ഓ പിന്നെ ദവം വേണോ നോക്കിക്കേ മുമ്പേ. താഴ്വര കണ്ടേ മലനിര കണ്ടേ കണ്ടു താഴ്വര കണ്ടു. ഇനി വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ വല്ലയിടത്തും പോവോ? ആ, സാധ്യത കുറവാന്നല്ല, സാധ്യത ഇല്ല, അല്ല പോകൂല.
ആ അത് ശരിയാ. മാഞ്ചിയ. അപ്പൊ ഈ മരം മിക്കവാറും ഒടിഞ്ഞ് ചാടുവോ ചേട്ടാ? എന്താ അപ്പൊ പിന്നെ ഇനി വേരൊക്കെ തള്ളി നിക്കുന്ന. എടാ റൂട്ട് കണ്ടില്ലേ? കണ്ടോട്ടാടാ മരത്തിന്റെ ഒക്കെ വേരെ നമ്മൾ കാണൂലല്ലോ അങ്ങനെ. എല്ലാം മണ്ണിന്റെ അടിയിലല്ലടാ പോട്ടെ കിടക്കണതാ. പണ്ടപ്പള്ളി സ്കൂളിൽ പണ്ട് ഏതോ ഒരു മരം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കാലത്ത്. പിള്ളേരൊക്കെ അതിൻ്റെ വേര അതിൻ്റെ മുകളിലായിരുന്നു ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ അതിൻ്റെ വേരക്കട കയറിയിരുന്ന് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അത് പെരുത്തൊരു മരമായിരുന്നു. ആന വന്ന് തലക്കിട്ടടിക്കണത് എങ്ങനെയാടാ? നീ എന്തുവാ ഈ പറയുന്നേ? ആന തലക്കിട്ടടിക്കാൻ തലയും കുനിച്ചു പിടിച്ചിപ്പോൾ നിന്ന് തരും. വന്ന വഴി തന്നെ തുമ്പിക്കൈക്ക് ചുറ്റി തോണ്ടി കയറി കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ വല്ല ബാഹുബലിയൊക്കെ ആയിരിക്കണം. എങ്കിൽ പിന്നെ ആനയെ വേണമെങ്കിൽ ഒന്ന് നേരിടും. കേട്ടടാ? ഇനി കുഴപ്പമില്ല. ഇനി എത്തിയില്ലേ എൻട്രി? അവരൊക്കെ ഇവിടെ വന്ന് പിന്നെ ഇറങ്ങിയ എന്നാ ചേട്ടാ? ആ വലിയ വെള്ളം വരുമ്പോൾ ഒഴുകി വന്ന മുകളിൽ നിന്നും ഇതേ നിറയെ ദോ ഇരിക്കുന്ന വെള്ളം കുടിക്കാറിയല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ഇതന്നെ കാണിക്കണം. മൊബൈലൊക്കെ ശരിക്കും പിടിച്ചോട്ടോ. ഒരൊറ്റ തട്ടിപ്പറിയുണ്ടോ ഇവിടെ എങ്ങാനും മരത്തിലുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചോണ്ട് പോകും. ഉപദ്രവിക്കും. അതിൻ്റെയൊക്കെ കടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുത്തിവെപ്പിച്ചോണ്ട് എടുത്ത് നടക്കണം. കൈ മാറ്റടാ. അവരെ കണ്ടപ്പോൾ പേടിച്ച്. അപ്പം നമ്മളങ്ങനെ തൊമ്മൻകുത്തിലൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ വീട്ടിലേക്ക് പോവുകയാണ്. പോയ വഴിക്ക് ഇവിടെ ഒരു പനിനീർ കൂർക്കയുടെ ഇല കണ്ടപ്പോൾ അത് ഒരു ചോട ഒടിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി അതെ അടിച്ചു മാറ്റത്. കണ്ടു താഴ്വര. നല്ല റോഡാണ് കേട്ടോ. റോഡൊന്നും ഒരു കുഴപ്പവുമില്ല. വരുന്നവർക്കൊക്കെ സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ചേട്ടൻ ചെലവ് ചുരുക്കലായിരുന്നു. പെട്രോളോ ഡീസലോ ഒത്തിരി ആയില്ല. യാതൊരു വിധ ഒരു നാരങ്ങാമുട്ടായി പോലും വാങ്ങേണ്ടി വന്നി. നേരെ ചെല്ലത്ത് വീട്ടിലേക്ക് കയറുന്ന ഈ മുറ്റത്തമ്മലേക്ക് മണലാണ്. പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു മീച്ചമില്ല. പക്ഷെ പുറത്തുള്ളവർ എന്തോരം ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അകലെന്നൊക്കെ ഉള്ളവരധികം ഏറ്റവും കൂടുതൽ അകലെന്ന് എന്നോട് പറഞ്ഞാൽ വണ്ടി കാണും, ആൾക്കാർ കാണുന്നു. ആൾക്കാരില്ലേ ഇപ്പൊ? ഒരുത്തനെന്ത് ഐസ്ക്രീം കിട്ടാതെ ദുഃഖിച്ചിരിക്കുന്ന ആനസോടനെ കണ്ടോ? ഇവിടെ നിന്ന് അന്യായ വില കൊടുത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങുന്നതല്ല, നമ്മൾ കടയിൽ നിന്നും പോയി ഐസ്ക്രീം പെട്ടി മൊത്തത്തിൽ എടുക്കുന്നതായിരിക്കും. നോക്കണേ. പക്ഷെ ഈ പല്ലെടുത്തിട്ട് ഐസ്ക്രീം നല്ലതാട്ടോ. ആ ഡോക്ടർ പറഞ്ഞത് ശരിയാ. ശരിക്കും ഓണം മരച്ചിരിക്കും, മരവിക്കും. സുഹൃത്തിന്റെ വീടാണ് പിന്നെ അങ്ങനെ അറിയാതെ പോണം. അല്ല അങ്ങനെയല്ല, പുള്ളിനെ കാണുന്നൊക്കെ വീടിന്റെ റോഡിൽ വെച്ചാൽ കണ്ടിട്ടുള്ളൂ. വീട് പണ്ടെന്ന് കാണിച്ചത് ഇപ്പൊ ഓർക്കുന്നില്ലെന്നുള്ളത്. ബോഗൻവില്ല കാണാൻ നല്ല രസമുണ്ട്. അത് പിടിച്ചിട്ടുണ്ടല്ലോ, തട്ടി വെച്ചാലോ? വീട്ടിൽ നിൽക്കണം. അത് പിടിക്കില്ല. ഇല്ല, പണ്ട് തന്നെ വേണം. അല്ലെങ്കിൽ മറ്റേത് മണ്ണ് വെച്ചാൽ പിടിക്കും. ചട്ടി പിടിക്കില്ല. ആൻസേ എന്നാ ഇങ്ങനെ റോഡിലേക്ക് നോക്കി അനങ്ങാതിരിക്കണ? വെച്ചേക്കണ നോക്കി. അത് പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയിലാ വെച്ചിരിക്കുന്നത്. അതുമെല്ലാം ബഡാണ്. ആനസേ ആൾക്കാര് പറയും ആനസിനെ അപ്പടി സങ്കടാന്ന്. ഐസ്ക്രീം കിട്ടാത്തോണ്ടാ. എനിക്കൊരു ഐസ്ക്രീം അഞ്ചരോ പൈസ കയ്യില്ല. ഈ വണ്ടി ഇതിന് അറേഞ്ച് മോളിലേക്ക് പോകണം. വെൺമണിക്ക് നമ്മള് മറ്റേ വഴിക്ക് കഞ്ഞിക്കുഴി വഴിക്ക് പോയി മുറിയണ വഴിയാണ്.
ചേട്ടന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്, ഗൂഗിൾ പേ നമ്പറും ഉണ്ട്. അപ്പൊ കുത്തുപള്ളി പെരുന്നാളാണ് കേട്ടോ. നമ്മള് വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി. നല്ല രസമുണ്ട്. അന്ന് പണ്ടല്ലേ വെളുപ്പിനല്ലേ അന്ന് ഈ ബാലയൊക്കെ ഉണ്ട്. ബാല വെളുപ്പിനെ തീരുള്ളൂ ചെറുപ്പത്തില്. പിന്നെ ഈ സൗദിക്ക് പോയ പിന്നെ രാത്രി ഉത്സവത്തിനൊക്കെ പോയിട്ട് കുറച്ചൊക്കെ പോകും. ബോഗൻവില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളപ്പതാ നമ്മുടെ അറേബ്യൻ ബേക്കറിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കടയിലെത്തിയിട്ടോ. ഇവിടെ ഐസ്ക്രീം കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാൾക്ക് വിഷമം വന്ന് സങ്കടം വന്ന് പൊട്ടി കരയാൻ തുടങ്ങാണ്. അവൻ ചോക്കോബാറാണ്. ചോക്കോബാർ 10 രൂപയുടെയാ. ഇതെന്നാ ചേട്ടാ? അതിൻ്റെ അപ്പുറത്തൊരു ബാങ്ക് ഉണ്ടോ? കുത്തിത്തുളച്ച് പോവാം. ബാങ്ക് കുത്തിത്തുളയ്ക്കാണ്ട് കള്ളന്മാരി ഇങ്ങനെ തുറന്നു പോകുന്നേടാ. ഏരിയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഉണ്ടല്ലോ. വെള്ളച്ചാട്ടൻ കട തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കട തുറന്നിരിക്കുക. വണ്ടി ഇതാ അവിടെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇറാ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ലൈറ്റ് ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ്. നമ്മൾ കടയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഐസ്ക്രീം ഈ പണ്ടത്തെ കപ്പ് ഐസ്ക്രീം ഒന്നും ഇപ്പോൾ വരൂലേ? എനിക്ക് കോണ്ടോപ്പ്. അതൊക്കെ എന്നാ ചേട്ടാ? നിനക്കെന്നാ വേണ്ടേ? ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ. അപ്പോൾ അതാ നമ്മളെ കടയിൽ കയറി ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ടൂറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ചേട്ടൻ ആക്കിയെടുത്തു 5 പൈസ ചിലവില്ലാതെ. വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ചോക്കോബാർ ഇത്ര ആയിട്ടുണ്ട്. വേണോ? അമ്മച്ചി ഇത്ര നേരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മച്ചി ആ വീടിനകത്തേക്ക് കയറിപ്പോയി. താണ്ടി കടയിൽ വന്നൊരു ഐസ്ക്രീം കൊടുത്ത് തന്നു. പറയൂ, എന്തെങ്കിലുമൊക്കെ പറ ചേട്ടാ. അറിയാൻ പാടില്ല, സീരിയസ് ആയിട്ട് പറയുള്ളൂ. അത് ഉണങ്ങാത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടതാ. കൂടുതൽ വെയിൽ കൊണ്ട് കളർ മങ്ങിപ്പോകും. കട്ടി കൂടുതലായതുകൊണ്ട് ഉണങ്ങിയില്ല. അങ്ങോട്ട് പോയപ്പോൾ സ്റ്റൈലിൽ പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുമാതിരി നനഞ്ഞ കോഴി പോലെ ആയിരിക്കുവാന്ന് ഞാൻ. ആ കോഴി നനയുമ്പോൾ അങ്ങനെയല്ലേ ഇരിക്കണേ. അപ്പോൾ താ ഞങ്ങൾ വീട്ടിൽ വെറുതെ മടങ്ങി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ആണിസേ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോടാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ്. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? പാർക്കിൽ പോകണാണോ ഇഷ്ടം, തൊമ്മൻകുത്തി പോകണാണോ? പാർക്കിൽ പോകണാണോ തൊമ്മൻകുത്തി പോകണാണോ ഇഷ്ടം? ആ, പാർക്കിലെ പോകണം ഇഷ്ടം. ഞങ്ങൾ അടുത്ത തവണ പാർക്കിൽ പോകുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ട്രീ. വേറൊരു കാര്യമുണ്ട്, ഇന്ന് ആൻസോട്ടിന് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടോ. 10 പള്ളിയിൽ നിന്ന് 10 കൽപ്പനകളിൽ ചോദിച്ചപ്പോൾ പകുതി കൽപ്പനയൊക്കെ പറഞ്ഞതിൽ ആൻസൂട്ടന് സമ്മാനമൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരുന്നു ആൻസൂട്ടൻ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും